ലോക ദിനങ്ങളെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഏപ്രിൽ 2 ലോക ഓട്ടിസം അവബോധ ദിനം. ഓട്ടിസം ബാധിച്ച വ്യക്തികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്താനും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാനും സമൂഹത്തിൽ അവരുടെ അംഗീകാരവും ഉൾക്കൊള്ളലും പ്രോത്സാഹിപ്പിക്കാനും ഈ ദിവസം ലക്ഷ്യമിടുന്നു. 2007 ഐക്യരാഷ്ട്രസഭയാണ് ഈ ദിനം സ്ഥാപിച്ചത്. സമൂഹം ഇവരോട് സ്നേഹത്തോടെയും സഹിഷ്ണുതയോടെയും സമീപിക്കാനാണ് അഭ്യർത്ഥിക്കുന്നത്. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ലോകാരോഗ്യ ദിനം എല്ലാ വർഷവും ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്നതോടൊപ്പം പൊതുജനാരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. 1948 ആദ്യത്തെ ആരോഗ്യ അസംബ്ലി നടത്തിയതിനു ശേഷം 1950 മുതൽ എല്ലാ വർഷവും ഈ ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഓരോ വർഷവും ഈ ദിനം ഒരു പ്രത്യേക പ്രമേയത്തിന് ഊന്നൽ നൽകുന്നു. ഏപ്രിൽ 22 ലോക ഭൗമദിനം. ലോക ഭൗമദിനം ഏപ്രിൽ 22 ആചരിക്കുന്നു. ഭൂമിയുടെ സംരക്ഷണത്തിനും പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. 1970 അമേരിക്കയിലാണ് ആദ്യമായി ഈ ദിനാചരണം ആരംഭിച്ചത്. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനും അതിനെ പ്രതിരോധിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് ഊന്നൽ നൽകുന്നതിനും ഇത് സഹായിക്കുന്നു. മെയ് 1 ലോക തൊഴിലാളി ദിനം. ലോക തൊഴിലാളി ദിനം എന്നത് എല്ലാ വർഷവും മെയ് 1 ആഘോഷിക്കുന്ന ഒരു അന്താരാഷ്ട്ര ദിനമാണ്. ഇത് തൊഴിലാളികളുടെ അവകാശങ്ങളെയും സംഭാവനകളെയും ആദരിക്കുകയും അവരുടെ കഠിനാധ്വാനത്തെയും സമർപ്പണത്തെയും സ്മരിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. ഈ ദിവസം തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ചരിത്ര നേട്ടങ്ങളെയും ന്യായമായ തൊഴിൽ സാഹചര്യങ്ങൾക്കും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. മെയ് 3 ലോക പത്ര സ്വാതന്ത്ര്യ ദിനം. ഈ ദിനം മാധ്യമപ്രവർത്തകർക്ക് അവരുടെ ജോലി ചെയ്യുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും ജയിൽവാസം അനുഭവിക്കുന്നവർക്കും ആദരമർപ്പിക്കുന്നു. പത്രസ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും എല്ലാവർക്കും അവബോധം നൽകാനും ലക്ഷ്യമിടുന്നു. മെയ് 15 അന്താരാഷ്ട്ര കുടുംബ ദിനം. കുടുംബം ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം നൽകാനും കുടുംബങ്ങളെ ബാധിക്കുന്ന സാമൂഹിക, സാമ്പത്തിക, ജനസംഖ്യാപരമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും കുടുംബങ്ങളുടെ വികസനവും ആശയവിനിമയവും ശക്തിപ്പെടുത്താനുമാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. 1993 ഐക്യരാഷ്ട്രസഭയാണ് ഈ ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാനും അവ പരിഹരിക്കാൻ ജനങ്ങളെയും സർക്കാരുകളെയും പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ ഇതിനു രൂപം നൽകി. 1974 മുതൽ ഈ ദിനം ആചരിച്ചു വരുന്നു. ജൂൺ 8 ലോക മഹാസമുദ്ര ദിനം. നാം ജീവിക്കുന്ന ഭൂമിയുടെ 70% സമുദ്രമാണ്. സമുദ്രങ്ങളുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നതിനും അതിന് സംരക്ഷണവും ജലജീവികളുടെ അവകാശം ഉയർത്തിപ്പിടിക്കുവാനും മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ സമുദ്രങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഉയർത്തിക്കാട്ടുന്നതിനും വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനം. അന്തർദേശീയ തൊഴിൽ സംഘടനയുടെ ആഹ്വാനപ്രകാരം 2002 മുതൽ ജൂൺ 12 അന്തർദേശീയ ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ബാലവേലയ്ക്കെതിരായ ലോകവ്യാപക പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. 2014 ഡിസംബർ 11 ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ ഈ പ്രഖ്യാപനം നടന്നു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസമ്മേളനത്തിൽ നിർദ്ദേശിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഭാരതത്തിൽ ഉത്ഭവം കൊണ്ട യോഗ ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളെ സ്പർശിച്ച് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മാറ്റം ലക്ഷ്യമിടുന്നു. ഉത്തരായന അനന്തര ദിവസമായ ജൂൺ 21
അന്താരാഷ്ട്ര യോഗാ ദിനത്തിനായി നിർദ്ദേശിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും നീണ്ട ദിനമായ ഇതിന് ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രത്യേക പ്രാധാന്യമുണ്ട്. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ പ്രധാനപ്പെട്ട ലോക ദിനങ്ങളെയാണ് ഈ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട ലോക ദിനങ്ങളെ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ലോക ദിനങ്ങളുടെ പാർട്ട് 3 ഉടൻ പ്രതീക്ഷിക്കുക. നന്ദി.